ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന മൊറോക്കോ വേഴ്സസ് ഫ്രാൻസ് മത്സരത്തെ കുറിച്ചാണ്. എല്ലാവരും പ്രതീക്ഷിച്ച ഒരു തീപ്പാറിയ പോരാട്ടം. എന്താ മൊറോക്കോനെ ഫ്രാൻസ് പഞ്ചിക്കിട, അല്ലെങ്കിൽ മൊറോക്കോ ഫ്രാൻസിനെ അട്ടിമറിക്കുക. ഇത് രണ്ട് കളിയായിരുന്നു എല്ലാ ഫുട്ബോൾ പ്രേമികളും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ കളി നടന്നതോ ഉറക്കമൊഴിച്ച് കളി കാണാനിരുന്ന ഫുട്ബോൾ പ്രേമികൾക്കെല്ലാം നിരാശ നൽകിയ ഒരു മത്സരം തന്നെയാണ്. എന്താ പറഞ്ഞാൽ അത്ര ഹൈപ്പ് ഉള്ള ഒരു ക്വാർട്ടർ ഫൈനലായിരുന്നു. അപ്പോൾ അതിൻ്റെതായ എന്താ പറയാ ഒരു പോരാട്ട വീഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര നിരാശ. പക്ഷെ ഫ്രാൻസിന് എന്തായാലും അവർക്ക് നല്ലതായിട്ട് ആഘോഷിക്കാനുള്ള വകുപ്പുണ്ടത്. അങ്ങനെ മൊറോക്കോയെ പരാജയപ്പെടുത്തി 2-0 ഫ്രാൻസ് സെമിഫൈനലിലേക്ക് കയറി കഴിഞ്ഞു. സെമിഫൈനലിലെ എതിരാളികൾ ആരാന്ന് അറിഞ്ഞാൽ മതി. അവര് കുറച്ച് വേർക്കും, അവർ കുറച്ച് പണിയെടുക്കേണ്ടി വരും ഫ്രാൻസിനോട് കളിക്കുക എന്നുള്ളത്. അതിപ്പോൾ ബെൽജിയം ആയാലും അതുപോലെ സ്പെയിൻ ആയാൽ കുറച്ചുകൂടെ ടഫ് ഗെയിം കാണാൻ പറ്റുന്നതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്താന്ന് അന്നത്തെ ആ ഒരു ദിവസത്തെ കളി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു ഫോം നോക്കുന്ന സമയത്ത് ഫ്രാൻസിനെ പിടിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത പണിയാണ്. എന്താ പറഞ്ഞാൽ ഇതുവരെ അവരുടെ അറ്റാക്കിങ്ങും മിഡ് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ കളിയിലൊക്കെ അവരുടെ ഡിഫൻസ്, മൊറോക്കോ ആയിട്ടുള്ള ആ ഒരു കളിക്ക് ഡിഫൻസ് നോക്കി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ടോട്ടൽ ഫുട്ബോൾ ടീം എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു ടീമാണ് ഇപ്പോൾ ഫ്രാൻസ്. അപ്പോൾ ഫ്രാൻസിനെ മറികടക്കുക എന്നുള്ളത് സ്പെയിൻ ആയിക്കോട്ടെ ബെൽജിയം ആയിക്കോട്ടെ കട്ടിയായിട്ടുള്ള പരിപാടി എന്നുള്ള കാര്യം. ഇപ്പോൾ ഫൈനലിൽ ഏത് ടീം, ഇപ്പോൾ ഇംഗ്ലണ്ടോ അല്ലെങ്കിൽ അർജന്റീന, സ്വിറ്റ്സർലാൻഡ് ആര് വന്നാലും അല്ലെങ്കിൽ നോർവേ വന്നാലും പണി ടാസ്ക്കാണ് മോനെ. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഫൈനൽ ആവർത്തിക്കേണ്ടി വരും. ഫൈനൽ ആവർത്തിച്ച് കഴിഞ്ഞാൽ വേൾഡിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു മത്സരം കാണാൻ പറ്റുന്നുള്ളതാണ്. അതിപ്പോ കാത്തിരുന്ന് കാണാം. അത് എന്ത് സംഭവിക്കാതിരിക്കാം, അത് കാത്തിരുന്ന് കാണാം. അങ്ങനെ ഒരു ഫൈനൽ കാണട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോ ഇന്നത്തെ കളി നോക്കിക്കഴിഞ്ഞാല് കളി 82-ാം മിനിറ്റ് വരെ ഓൺ ടാർഗറ്റിലേക്ക് മൊറോക്കോന്റെ ഒരൊറ്റ ഷോട്ട് മാത്രം വന്നിട്ടുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പൊ അത്രമാത്രം ഡിഫൻസ് ആയിട്ട് മാത്രമല്ല കളിച്ചിരിക്കുന്നത്. മൊറോക്കോന്റെ ഫസ്റ്റ് ഹാഫ് നോക്കി കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഡിഫെൻഡ് ചെയ്തു, ഫ്രാൻസിനെയൊക്കെ പൂട്ടാനൊക്കെ നോക്കി. പക്ഷേ ആദ്യം തന്നെ ഒരു പെനാൽറ്റി കിട്ടണം എംബാപ്പയ്ക്ക്. എംബാപ്പയുടെ ആ ഒരു പെനാൽറ്റി ഇപ്പോഴും കോൺട്രവേഴ്സി കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളല്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ടീം അർജന്റീനയല്ല, ഫ്രാൻസ് എന്നുള്ള കാര്യമാണ്. അതൊരു ഡൈവ് ചെയ്യുന്നു പറഞ്ഞിട്ട് കുറെ പേര് പറയുന്നത് പെനാൽറ്റി ആണ്, കുറെ പേര് പെനാൽറ്റി അല്ല എന്ന് പറയുന്നുണ്ട്. കുറെ സ്ലോ മോഷൻ വീഡിയോ കാണുമ്പോൾ ആ ഒരു ഡൈവിനോടാണ്, പക്ഷെ അത് ടാക്കിൾ ഉണ്ട്, ആ ഒരു ടച്ച് ഉണ്ട്, ആ ഒരു മൊറോക്കോ ഡിഫൻഡറിന്റെ ആ ഒരു ടച്ച് വരുന്നുണ്ട്. അങ്ങനെ കളിയിൽ പെനാൽറ്റി കിട്ടുന്നു. പെനാൽറ്റി 3 മിനിറ്റോ എങ്ങനെയോ ടൈം എടുത്തിട്ടുണ്ട്. അപ്പോഴും ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്തകൾ അർജന്റീന കോച്ചുമാര് പെനാൽറ്റി എടുക്കാൻ എംബാപ്പയെ ടൈം വൈകിപ്പിച്ച് പ്രഷറിലാക്കി. അതുകൊണ്ടാണ് എംബാപ്പെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായുള്ള പെനാൽറ്റിയാണ് എംബാപ്പയുടെ കരിയറിൽ തന്നെ ചിലപ്പോൾ ഏറ്റവും മോശമായ ഒരു പെനാൽറ്റി എനിക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് ഏതൊരു ഗോൾ കീപ്പർക്കും അത് എടുക്കാൻ പറ്റുന്ന ഒരു കിക്കാണ്. അത്രയും സ്ലോ ആയിട്ടൊരു കിക്കാണ് കൊടുത്തത്. അപ്പോ ഇന്നലെ ഭാഗ്യം കൊണ്ടാട്ടോ അർജന്റീന ഫാൻസ് രക്ഷപ്പെട്ടത്. ഇന്നലെ എങ്ങാനും മൊറോക്കോ ഫ്രാൻസിനെ അട്ടിമറിച്ചിരുന്നെങ്കിൽ അട്ടിമറിച്ചിട്ട് തീർന്നു. എന്താ പറയുക, എല്ലാ റഫറിമാരും അർജന്റീനക്കാരാണ്. അപ്പോൾ മൊത്തത്തിൽ പറയും ഫിഫ അർജന്റീന റഫറിമാരെയാണ് ഫ്രാൻസിന്റെ കളിക്ക് വെച്ചത് എന്നുള്ള കാര്യത്തിലൊക്കെ പറഞ്ഞ് അവര് എന്താ പറയാ ഫാൻസ് രക്ഷപ്പെടുന്നില്ല. അല്ലെങ്കിൽ വീണ്ടും അടുത്ത പരിപാടി തുടങ്ങിയിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ. അങ്ങനെ 2-0 ഫ്രാൻസ് വിജയിച്ചപ്പോൾ സെക്കൻഡ് ഗോൾ നേടിയ ഒസ്മാൻ ഡെമ്പലെയാണ്. ഈ പെനാൽറ്റി മിസ്സാക്കിയാലും ഒരു പ്രശ്നമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. അപ്പൊ മെസ്സി ഒരു പെനാൽറ്റി മിസ്സാക്കിയായിരുന്നു ഇപ്പൊ എന്തൊക്കെ ആയിരിക്കും. എംബാപ്പെ മിസ്സാക്കിയാൽ നോ പ്രോബ്ലം. എംബാപ്പെ പെനാൽറ്റി കിട്ടിക്കൊടുത്താലും ഫ്രാൻസിനും പെനാൽറ്റി കൊടുത്താലും നോ പ്രോബ്ലം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം ആ ചങ്ങയുടെ ആ ഒരു രണ്ടാമത്തെ ഗോൾ ഉണ്ട്, ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് എംബാപ്പയുടെ ഫസ്റ്റ് ഗോൾ. എമ്മാതിരി സാധനോടെ പെനാൽറ്റി ബോക്സിന്റെ വെളിയിൽ നിന്ന് ഒരു സൂചിയിൽ നൂല് ഇടാനുള്ള ഗ്യാപ്പ് കൊടുത്താൽ മതി. ആ ഗ്യാപ്പിലൂടെ കയറ്റുന്നതല്ല, അമ്മാതിരി ആ ഒരു ഫിനിഷും ആ ഒരു എന്താ പറയാ ഗോൾ കീപ്പർ ബോണോ ഫുള്ളായിട്ട് അറ്റംപ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എത്തിയില്ല. അതേപോലെ ഡിഫൻഡർ എന്താ പറയാ ആൾക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കിടിലൻ ഗോൾ. ആ ഗോളിന് മുമ്പ് റാബിയോട്ടിന്റെ കയ്യിൽ ടച്ച് ചെയ്തിട്ട് ഒരു ഹാൻഡ് ബോളിന്റെ വിവാദം വരുന്നുണ്ട്. പക്ഷെ അത് ഇബ്രാഹിം ഡിയാസിന്റെ കാലിൽ വരുന്ന ബോൾ ടച്ചാണ് ഈ റാബിയോട്ടിന്റെ കയ്യിൽ തട്ടുന്നത്. ആ ഒരു തട്ടുന്ന ടൈമിൽ റാബിയോട്ടിന് അത് നോർമൽ ഓടുന്ന പൊസിഷൻ തന്നെ, എനിക്ക് അത് തോന്നുന്നില്ല അതൊരു എന്താ പറയാ അതൊരു ഹാൻഡ് ബോൾ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നാണ്. പക്ഷെ അതും വേറെ കാര്യങ്ങളും ചെക്ക് ചെയ്യാണ്ട് അങ്ങനെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു. പക്ഷെ ഇത് വേറൊരു മത്സരം ആയിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല ജഗപ്പുകള്. അപ്പോൾ എന്തായാലും കളിയിൽ 2-0 സെക്കൻഡ് ഗോൾ പറഞ്ഞാൽ ഒസ്മാൻ ഡെമ്പലയുടെ ഒരു കിടിലൻ ഗോളുകൾ. അപ്പൊ ഇതിൽ ഈ വേൾഡ് കപ്പിന് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു വേൾഡ് കപ്പ് 2026 നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആകെ 2 ഗോളുകളാണ് ഫ്രാൻസ് വഴങ്ങിയിട്ടുള്ള കാര്യമാണ്. ബാക്കി എതിർ ടീമുകളുടെ ഗോൾ പോസ്റ്റ് വല നിറച്ചുകൊണ്ടിരിക്കുന്ന ചങ്ങന്മാർ. അങ്ങനെ ടോപ്പ് സ്കോറർ പട്ടികയിൽ മെസ്സിക്കൊപ്പം എത്തി നിൽക്കുകയാണ് കിലിയൻ എംബാപ്പെ പറയുന്ന. അതേപോലെ തന്നെ 30 വയസ്സിനുള്ളിൽ 20 ഗോൾ തയ്ക്കുന്ന, 2 വേൾഡ് കപ്പിലായിട്ട് 20 ഗോളുകൾ തയ്ക്കുന്ന റെക്കോർഡ് കൂടി ചകറ്റുണ്ട്. എന്താ വെച്ചാൽ അടുത്ത വേൾഡ് കപ്പ് കൂടി കളിക്കുമ്പോഴേക്കും വേൾഡ് റെക്കോർഡുകളൊക്കെ, ഈ ടോപ്പ് സ്കോറർ റെക്കോർഡുകളൊക്കെ ഒരു അറ്റത്ത് കൊണ്ട് വെക്കും. പിന്നെ ആരൊക്കെയാണ് ഇത് തകർക്കാൻ വേണ്ടി എപ്പോഴാണ് വരിക എന്നുള്ളത് കുറെ കാലം കാത്തിരിക്കേണ്ടത്. ഈ വേൾഡ് കപ്പിൽ മൊത്തം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫ്രാൻസ് 16 ഗോളുകളാണ് എതിർ ടീമിന്റെ വലയിൽ നിറച്ചത്. അപ്പോൾ ആകെ 2 ഗോളുകൾ വഴങ്ങിയിട്ടുള്ളൂ. ആ 16 ഗോൾ അടിച്ചാൽ തന്നെ ഒരേ ഒരു പെനാൽറ്റിയേ ഉള്ളൂ എന്നുള്ള കാര്യമാണ്.
അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫ്രാൻസ് ആദ്യ മത്സരത്തിൽ സെനഗലിന് 3-1 ഗ്രൂപ്പ് സ്റ്റേജിൽ പരാജയപ്പെടുത്തി. അടുത്ത മത്സരത്തിൽ ഇറാഖിനെ 3-0 പരാജയപ്പെടുത്തി. നോർവേ 4-1 പരാജയപ്പെടുത്തി. അതിനുശേഷം സ്വീഡനെ 3-0 പരാജയപ്പെടുത്തി. അതിനുശേഷം പരാഗ്വെ 1-0. പരാഗ്വയോട് മാത്രമാണ് അവർ പിടിച്ചു നിന്നതെന്ന് പറഞ്ഞാൽ പരാഗ്വയുടെ ആ ഒരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള കളിയും പിന്നെ ആ ഒരു ഡിഫൻസീവ് ലോ ബ്ലോക്ക് ഉള്ള കളിയൊക്കെ കൊണ്ടാണ് ആ ഫ്രാൻസിനെ പിടിച്ചു കിട്ടുക. അങ്ങനത്തെ ഒരു കളിയുടെ കളികൾ ഫ്രാൻസിനെ മുന്നിട്ട് പോയി. അവസാനം മൊറോക്കോയോട് 2-0 അറിഞ്ഞാൽ മതി. അപ്പോ ഈ ഒരു കളിയിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞാൽ ഫ്രാൻസിന്റെ ഇത്ര കാലത്ത് ഞാൻ ടാക്ടിക്സ് ഒക്കെ പറഞ്ഞു പറഞ്ഞാൽ അവർക്ക് ഡിഫൻഡിൽ നിന്ന് മിഡിലേക്ക് പോവാം, മിഡിൽ നിന്ന് ഫൈനൽ ഫോറിലേക്ക് പോവാം, ഫൈനൽ ഫോറിൽ ആരെങ്കിലും ഒരാൾ ഫിനിഷ് ചെയ്യും. എന്താ പറയുക, എംബാപ്പെ, ഒലീസി, ബാർക്കോള, ഡിസൈഡുവെ, ഡെമ്പലെ, ഇവരിൽ 5 ആളില് 4 എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും. ഭാഗ്യം കൊണ്ട് അവർക്ക് ഇതുവരെ ഒരു പരിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ 4 ആരെങ്കിലും ഒരാൾ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും. ഒലീസിയുടെ ഒക്കെ നല്ല കളി കണ്ടപ്പോ എന്റെ പോനെ കിളി പാറിയ കളി എന്ന് പറയില്ല, അമ്മാതിരി ചങ്ങായി. ബോൾ ഇങ്ങനെ കാലിലൊട്ടി പിടിച്ചിട്ടില്ലേ, അങ്ങനത്തെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നു ബോൾ. മൊറോക്കോയുടെ പ്ലേയേഴ്സ് ഒക്കെ വന്ന് ഒരുപാട് ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഈ ചങ്ങായി പോകുന്ന പോക്കുണ്ടല്ലോ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ബയൺ മ്യൂണിക്കിൽ വന്ന ശേഷം ഈ ചങ്ങായിയെ പിടിച്ചാൽ കിട്ടാത്ത ലെവലിൽ ഫോമിനാണ്. അതിന്റെ കൂടെ എംബാപ്പയും ഡെമ്പലയും ഡിസൈഡും പിന്നെ ബാർക്കോള പറയുന്ന ചങ്ങായി എല്ലാം കൂടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ. അപ്പൊ ഇവരുടെ ആ ഒരു 4 പൂട്ടുക എന്നുള്ള കാര്യം ഭയങ്കര കണ്ടുകെട്ടിയാണ്. എംബാപ്പനെ പൂട്ടെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഗോളൊക്കെ ഉണ്ടോ, ഡെമ്പലെ എവിടെ നിന്ന് അടിക്കുന്നത്, ഏമാതിരി സാധനം. അത് ആ ഡിഫൻഡറിന്റെ ആ ഗോൾ കീപ്പർ അടക്കം ഡൈവ് ചെയ്തിട്ട് കിട്ടാത്തൊരു സാധനം. കുറെ പാസുകൾ ഇട്ടുണ്ട്, അതായത് ഫ്രാൻസിനെക്കാളും പാസുകൾ കൂടുതൽ ഇട്ടത് മൊറോക്കോയാണ്. പക്ഷെ പരിപാടി പാസുകൾ ഇട്ട് കളിച്ചിട്ട് കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നു. മൊറോക്കോ ഒക്കെ അറിയില്ലായിരുന്നു ഇന്നത്തെ ഒരു മത്സരം ക്വാർട്ടർ ഫൈനലുണ്ട്, ഗ്രൂപ്പ് സ്റ്റേജ് പോലെ കളിച്ചത്. ഞാൻ ഒരിക്കലും മൊറോക്കോന്റെ ഇപ്പോൾ ഏകദേശം ഒരു 50 മത്സരങ്ങൾ എന്തോ ആയിട്ടാണ് അൺബീറ്റൻ ആയിട്ട് പോകുന്നത്. അത് അവസാനിപ്പിച്ചിട്ടുണ്ട്, വേൾഡ് കപ്പിൽ തന്നെ അവസാനിപ്പിച്ചു. കഴിഞ്ഞ പ്രാവശ്യം സെമി ഫൈനലാണ് ഫ്രാൻസിനോട് ഇതേ 2-0 തന്നെ ഇതാണ് പരാജയപ്പെട്ടത്. ഇതാ വീണ്ടും ഒരു ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോയ്ക്ക് എന്താ പറ്റുക, ഈ ഒരു ഏരിയയിൽ വന്ന് പെട്ടതാ. മൊറോക്കോയ്ക്ക് പറ്റിയ വലിയ പണി എന്ന് പറഞ്ഞത് ഫ്രാൻസിനെ മറികടന്നാൽ തന്നെ സ്പെയിനോ ബെൽജിയോ വരാൻ പോകുന്നു. അപ്പോൾ കടുകട്ടി തന്നെയായിരുന്നു. പക്ഷെ അവര് ഇന്നലത്തെ കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാക്കി തന്നെ പറയുള്ളൂ, അത്രയും മോശമാക്കിയുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. തുടർച്ചയായ 3 വേൾഡ് കപ്പിലാണ് ഈ ഫ്രാൻസ് എന്ന് പറയുന്ന ചങ്ങായിമാര് സെമി ഫൈനലിൽ എത്തിയിട്ടുള്ളത്. തുടർച്ചയായ 3 വേൾഡ് കപ്പിലും അതിൽ ഒന്നില് ചാമ്പ്യന്മാരും ഒന്നില് റണ്ണേഴ്സ് അപ്പ്, ഒന്നില് സെമി ഫൈനലിൽ പരാജയപ്പെട്ടു. ഇവരുടെ പോക്ക് കാണുമ്പോൾ എനിക്ക് 90കളിൽ 2000ത്തിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉള്ള ഒരു ബ്രസീൽ ഉണ്ടല്ലോ, റൊണാൾഡോ, റൊണാൾഡീനിയോ, റോബർട്ടോ കാർലസ്, ഹൊബീനോ, അങ്ങനെ കുറെ താരനിബിഡമായിട്ടുള്ള ഹക്കീം ഇവരൊക്കെ ഉള്ള സമയത്ത് എന്റെ പോലെ ആ ഒരു ബ്രസീലിനാണ് ഓടുമ്പോൾ തന്നെ എത്ര പ്രതിഭകളാണ്, എത്ര എത്ര താരങ്ങളാണ് ഈ ബെഞ്ചിലും അതേപോലെ തന്നെ ആ ഒരു സ്റ്റാർട്ടിംഗ് ലെവലൊക്കെ. അത് കണ്ടു കഴിഞ്ഞാൽ ആരും പേടിക്കുക. അങ്ങനത്തെ ഒരു ഫ്രാൻസിനാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. 2 ഷോട്ടുകളാണ് ഫ്രാൻസ് എടുത്തിട്ടുള്ളത്. ഫ്രാൻസ് വിസസ് മൊറോക്കോ ഇവരുടെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ 22 ഷോട്ടുകളാണ് ഫ്രാൻസ് എടുത്തിട്ടുള്ളത്. അതിൽ 9 ഓൺ ടാർഗറ്റിലേക്ക്. 2 ഗോളുകളെ മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ഗോൾ കീപ്പറിന്റെ മികവ് തന്നെയാണ് പറയാം. അത്രയും ഗംഭീരമായിട്ടായിരുന്നു ആ ഗോൾ കീപ്പിംഗ് അവിടെ പെർഫോം ചെയ്തിട്ടുണ്ട് ചങ്ങായി. എന്നിട്ട് 2 ഗോൾ കയറി എന്നുള്ളതാണ്. അതാണ് പറയുന്നത്, ഇവരെ ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ 90 മിനിറ്റും ഡിഫെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ആ ഗോൾ സ്കോർ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പണി തന്നെയാണ്. മൊറോക്കോന്റെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ 5 ഷോട്ടുകളാണ്. അതിൽ ഓൺ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം, അതൊരു ഫ്രീ കിക്കിലാണ് അവസാനം 82ാം മിനിറ്റിൽ കിട്ടിയ ഒരു ഫ്രീ കിക്കിൽ ആ ഒരു ഓൺ ടാർഗറ്റ് ഗോൾ വന്നതാണ്. ഫ്രാൻസിന്റെ ഗോളി അവിടെ കിടന്നുറങ്ങാന്ന് പറയില്ല, അമ്മാതിരി സീനായിരുന്നു. ഇപ്പോൾ 48% പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ 52 കാരണം പൊസിഷനൊക്കെ ഭയങ്കര കാര്യമായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 90 മിനിറ്റിൽ കൂടുതൽ കളി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് മൊറോക്കോന്റെ പ്ലേയേഴ്സും അവരുടെ കോച്ചും. അല്ലാതെ എന്താ പറയുക, അല്ലെങ്കിൽ ഫ്രാൻസിന് ഒന്ന് കളിക്ക് മുന്നേ ഇവർ പരാജയപ്പെട്ടു. 52% പൊസിഷൻ ഉണ്ടായിരുന്നു മൊറോക്കോന്റെ ഭാഗത്ത്. 476 പാസുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 498 പാസുകൾ, ഏകദേശം 10-20 പാസുകൾ കൂടുതൽ ചെങ്ങായിമാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കാര്യം എന്താ, 92% പാസിനെ കുറിച്ച് ഫ്രാൻസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നപ്പോൾ അവിടെ 88% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 10 ഫൗളുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവിടെ 12 ഫൗളുകൾ മൊറോക്കോന്റെ ഭാഗത്തുണ്ടായിരുന്നു. യെല്ലോ കാർഡ് ആകെ മൊറോക്കോയ്ക്ക് ഒരു യെല്ലോ കാർഡ് കിട്ടി. 5 കോർണേഴ്സ് 2 ടീമും വിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പിൽ നിൽക്കുന്നതൊക്കെ ആരാണ്, മൊറോക്കോ തന്നെയാണ്. പക്ഷേ കളിയിൽ 2-0 വിജയിച്ചത് ഫ്രാൻസ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റുകൾ അടിച്ചിരിക്കുന്നതും ഫ്രാൻസിന്റെ ഭാഗത്തു നിന്നാണ്. അപ്പൊ എന്തായാലും ഫ്രാൻസിന് ഒരുക്കി തന്നെ ഇരിക്കുക. ഇന്നത്തെ കളിയിൽ ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന സ്പെയിൻ വിസസ് ബെൽജിയം. എന്തായാലും ബെൽജിയത്തിന് ഇപ്പൊ അവസാനത്തെ ആ ഒരു അട്ടിമറി, അതിനുശേഷം ആ ഒരു 2-0 പുറകിൽ പോയിട്ട് അതിനുശേഷം 3-2 തിരിച്ചു വന്നിട്ട് എക്സ്ട്രാ ടൈമിലൊക്കെ ഗോൾ അടിക്കുന്നുണ്ടല്ലോ. 85ാം മിനിറ്റ് വരെ 2-0 മുന്നിലായിരുന്നു ബെൽജിയം. 2-0 തോറ്റു നിൽക്കായിരുന്നു. അതിനുശേഷം ബെൽജിയത്തിന്റെ ഒരു കംബാക്ക് ഉണ്ട്. ഇഞ്ചുറി ടൈമിലും അതേപോലെ തന്നെ എക്സ്ട്രാ ടൈമിലും അടിച്ച് 3-2 അവിടെ കളിയിൽ തിരിച്ചു വരികയാണ്. അപ്പോൾ അതിനുശേഷമുള്ള മത്സരത്തിലും ഗംഭീര വിജയം നേടിയിട്ടുണ്ട്. അപ്പോൾ സ്പെയിന് കാത്തിരുന്ന് തന്നെ കാണണം എന്താണെന്ന്. സ്പെയിനും അതേപോലെ തന്നെ ബെൽജിയത്തിൽ ആരാണ് വിജയിച്ച് ഫ്രാൻസിനെ അടുത്ത മത്സരത്തിൽ സെമിഫൈനലിൽ നേരിടാൻ പോകുന്നത് കണ്ടു തന്നെ അറിയാം. ഗോൾ വേട്ടയിൽ എംബാപ്പെ, മെസ്സി, ഹാലൻഡ്, ഹാരി കെയിന്റെ കൂടെ തന്നെ ഡെമ്പലയും എത്തിയിരിക്കുന്ന 5 ഗോളുകളുമായിട്ട്. അപ്പൊ എന്തായാലും
ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ഫൈറ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഗോൾഡൻ ബൂട്ടിന് തന്നെ ആയിരിക്കും. അപ്പൊ ഫൈനൽ വരെ കാത്തിരിക്കേണ്ടി വരും ഗോൾഡൻ ബൂട്ടിന്റെ വിന്നറെ അറിയണമെങ്കിൽ. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്.